ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കണം. ആദ്യമായിട്ട് ഇടികളിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും അതോടൊപ്പം ഒരു 6 ചുവന്നുള്ളിയുമാണ്. അപ്പോൾ ഇത് 3 കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ചേരുവകളൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടുന്നത് ഒരു കറിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം 1 കിലോ കപ്പ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയ കപ്പ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു കപ്പയുടെ ലെവലിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന പാകം എന്ന് പറഞ്ഞാൽ ഒരു 3/4 വേഗ് മാത്രമേ ആയി പോവാവുള്ളൂ. ഒത്തിരി അങ്ങ് വെന്ത് കപ്പ ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല. കപ്പ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കപ്പയൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റി മാറ്റിയ കപ്പ നമുക്ക് തിരിച്ച് ആ കറിച്ചട്ടിയിലേക്ക് ചേർത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകൾ ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കപ്പ ഒന്ന് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് ഉടഞ്ഞ് പോകാനായിട്ട് പാടില്ല. കുറച്ചൊന്ന് കഷ്ണവും അതുപോലെ ഒന്ന് ഉടഞ്ഞത് ആ ഒരു പരുവത്തിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അടുത്തതായിട്ട് ആ ഉടച്ചെടുത്ത കപ്പയിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നത് തേങ്ങയുടെ 2ാം പാല് 1 കപ്പാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ബാക്കി കുറച്ച് ഉപ്പും കൂടി ഈ സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കപ്പയൊന്ന് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വെന്ത് കുറുകി വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ ആദ്യം ചേർത്തത് 2ാം പാലാണ്. അതിനുശേഷം ആ തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കട്ടി കൂടിയ 1ാം പാല്, തേങ്ങാപ്പാൽ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി തിളയ്ക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. താളിച്ച് ചേർക്കാനായിട്ട് നമുക്ക് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 5-6 കൊച്ചുള്ളി, അതായത് ചുവന്നുള്ളി നമുക്കൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റി ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. തയ്യാറാക്കിയ പാൽക്കപ്പയിലേക്ക് നമുക്കിനി താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം നമുക്ക് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് കറിയോ അതുപോലെ മുളകിലിട്ട മീൻകറിയോ ഒക്കെ ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണിത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്